ഫസ്റ്റ് ഒരു വീഡിയോ ചേട്ടൻ അപ്ലോഡ് ചെയ്തു. ആദ്യം പോസിറ്റീവ് ആണ് വരുന്നത്, പിന്നെ കയറിപ്പം നെഗറ്റീവ് ഒന്ന് തുടങ്ങും. അപ്പുകുട്ട ഹസ്ബൻഡിന് കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. കാരണം ഇയാള് സംസാരിക്കുമ്പോൾ കുറച്ച് റഫ്, നമുക്ക് ഈ മലയാളം ലാംഗ്വേജ് ആവശ്യമില്ല. പക്ഷേ മാരേജ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി എനിക്ക് ലാംഗ്വേജ് പഠിക്കണം. കാരണം ആ വീട്ടിൽ ഹിന്ദി അറിയില്ല. ലാംഗ്വേജ് അറിയില്ലെന്ന് നമുക്ക് ഒരു ഫാമിലിയിൽ ഒറ്റയ്ക്ക് ഫീൽ ആവും, ലോൺലിനെസ് ഫീൽ ആവും. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് അർത്ഥം, മലയാളിയോട് പറയുമ്പോൾ ഒരു അർത്ഥം ഉണ്ടല്ലോ, സംസാരിക്കും നമുക്ക് മനസ്സിലാവും തമാശയാണെന്ന്. പക്ഷെ ആ വളഞ്ഞ വഴികളോട് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. നിങ്ങൾ ഈ നേപ്പാളി മല്ലു ഒരു കോമ്പിനേഷൻ, നിങ്ങളൊരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എല്ലാത്തിനും തുടക്കം എവിടുന്നായിരുന്നു? രണ്ടുപേരും കേട്ടോ, അമ്മ പാടി കിടക്കണം, അത് പാടി പറ്റുള്ളൂ. പിന്നെയും പിന്നെയും ആരോഗ്യനാല് എന്താ പറയുക, നമ്മൾ കൂടുതൽ ടെൻഷൻ തലവെച്ച് കയറ്റണ്ട. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരു പാർട്ട്ണറിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്താണോ അതിൻ്റെ ഒരു 80% അയാൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, സ്വീകരിച്ചോ, നോ പ്രോബ്ലം. Let's start. MCR. Let your style do the talking. MCR. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു മാക്നി ലാബ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികളുടെ പ്രിയങ്കരിയായിട്ട് മാറിയ നേപ്പാളി സുന്ദരി സോയ ചേച്ചിയും ഹസ്ബൻഡ് അപ്പുച്ചേട്ടനുമാണ്. വെൽക്കം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ശരിക്കും എൻ്റെ നാട്ട് വെസ്റ്റ് ബംഗാൾ കലിംപോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിചാരം ഞാൻ നേപ്പാളി ഉണ്ടോ, പക്ഷേ എല്ലാവരും വിചാരം എൻ്റെ നാട്ട് നേപ്പാളും ഉണ്ടോ, പക്ഷേ നേപ്പാളി ഇല്ലേ. എൻ്റെ വീട് വെസ്റ്റ് ബംഗാൾ കലിംപോങ്. ലാംഗ്വേജ് ആണ് നേപ്പാളി. നേപ്പാളി അല്ല എന്നാ? ഇല്ല, നേപ്പാളി തന്നെ. പക്ഷെ നമുക്ക് നേപ്പാളി മീൻസ് നമുക്ക് നേപ്പാളിൽ മാത്രം അവിടെ ഉണ്ടാവൂലേ, നമുക്ക് ഇന്ത്യയിലും കുറേ ആൾക്കാരുണ്ട്. ഡാർജിലിംഗ്, കലിംപോങ്, സിക്കിം, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, ഡൽഹി, അസാം, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നേപ്പാളി ആൾക്കാരുണ്ടോ. അപ്പോൾ പക്ഷെ മാക്സിമം ആൾക്കാർക്ക് വിചാരം നേപ്പാളി മീൻസ് നേപ്പാളിൽ മാത്രം ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല, ഇന്ത്യയിലും കുറേ നേപ്പാളികളുണ്ട്. സിക്കിം ബോർഡർ ഏരിയയിൽ ചൈനീസ് ആൾക്കാരുണ്ട്. അവിടെ ചൈനീസ് സംസാരിക്കുള്ളൂ, ഇന്ത്യയിലായാലും അങ്ങനെ ഒരു ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരെ ബോർഡർ ഏരിയ ആയതുകൊണ്ട് നേപ്പാളി എന്ന് പറഞ്ഞത്. പിന്നെ പൊതുവെ ഇപ്പോൾ ഈ ചാനലിൽ നിന്ന് നേപ്പാളി മല്ലു കപ്പിൾ എന്തുകൊണ്ട് ഇട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവരും നേപ്പാളിന്ന് മുമ്പ് വിളിച്ചോണ്ടിരുന്ന, അപ്പോൾ അതങ്ങ് ഇട്ടതാണ് ഇട്ടത്. നമുക്ക് ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർ എല്ലാവരും നേപ്പാളി, പിന്നെ ചൈനീസ് അങ്ങനെ വിളിക്കല്ലേ. അപ്പം ഞാനും വിചാരിച്ച് നേപ്പാളി മല്ലു കപ്പൽ വെക്കുമ്പോൾ ആ ടൈറ്റിൽ കാണുമ്പോൾ ആൾക്കാർക്കും അട്രാക്ട് തോന്നും. അപ്പോൾ അങ്ങനെ വെച്ച. അപ്പൊ ഈ നേപ്പാളി മല്ലു കപ്പിൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അങ്ങനെ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? അത് നമ്മുടെ അലീനക്കുട്ടി, അവളാണ് കൂടുതൽ പുഷ് ചെയ്തത്. പിന്നെ എൻ്റെ അമ്മ അമ്മായിയമ്മ, അപ്പോൾ അവരാണ് കൂടുതൽ പുഷ് ചെയ്തത്. ഏറ്റവും കൂടുതൽ അലീനക്കുട്ടിയാണ്. കാരണം അതിന് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, യൂട്യൂബ് എന്താണെന്ന് അറിയില്ല. കസിൻ സിസ്റ്റർ ഫസ്റ്റ് യൂട്യൂബ്, എൻ്റെ മദറിനുള്ള യൂട്യൂബ് കുറേ നോക്കും, വേറെ ആൾക്കാർക്ക് ചാനൽ കുറേ നോക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങളും യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാലോ പറഞ്ഞു. അവർക്ക് കൊറോണ ടൈം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊറോണ ടൈം ഞാൻ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ആ ടൈം കുഞ്ഞ് ബേബിയുടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻ സിസ്റ്ററും പറഞ്ഞു ഓപ്പൺ ചെയ്ത ചേച്ചി നമുക്ക് നോക്കാൻ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തു. പക്ഷേ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കുന്നത് ആ ടൈം എനിക്ക് മലയാളം അത്ര അറിയില്ല, കുറച്ചേ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാണ്, ആൾക്കാർ തെറ്റ് പറഞ്ഞാൽ എന്ത് പറയൂ. അപ്പൊ ഞങ്ങൾ ആദ്യം യൂട്യൂബ് കാണുമ്പോൾ ഈ ചെറിയ ചെറിയ ഷോർട്ട് ഗെയിംസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സൗണ്ട് ഇല്ലല്ലോ, ബലൂണിന്റെ ഗെയിംസ് അതാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടു, സൗണ്ട് ഉള്ളത്, വെള്ള സൗണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ അതിൽ തന്നെ ആയിരുന്നു. ചേച്ചിയുടെ സൗണ്ട് വെച്ചിട്ടാണോ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അതോ നിങ്ങളുടെ കണ്ടന്റ് അങ്ങനെ ആയിരുന്നോ? സംസാരം ഉണ്ടോ, പിന്നെ ഫാമിലി കണ്ടന്റ്, നമുക്ക് ഫാമിലി കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഫാമിലി ഇരിക്കുമ്പോൾ നമുക്ക് നോർമൽ വർത്തമാനം ഒരു ടോക്ക് ഉണ്ടാവില്ലേ ഫാമിലിക്ക്, അങ്ങനെ സംസാരിക്കാൻ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ യൂട്യൂബ് നിങ്ങൾ തുടങ്ങി, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ലേ, എന്താ പറയുക,
ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ? പക്ഷെ സത്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതായിരുന്നു നമ്മുടെ ഏതെന്നറിയോ, നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് ആൾക്കാർ കൊടുക്കണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇപ്പം നിക് വ്ലോഗ് ഒക്കെ ചെയ്യണ പോലെ സംഭവം അതായിരുന്നു പ്ലാൻ. പക്ഷെ ആ സമയത്ത് നിക് വ്ലോഗ് ആൾറെഡി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് എടുത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഗെയിമും തുടങ്ങി അങ്ങനെയാണ് ചെയ്തത്. ഷോർട്ടിന് സബ്സ്ക്രൈബർ കിട്ടുന്നത്. പക്ഷെ അതിൽ ഇൻകം കുറവാണ് ഷോർട്ടിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് യൂട്യൂബിന് മറ്റേ ലോങ് വീഡിയോ എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞാൽ ബാക്കി ഉണ്ട്, ബാക്കിയുള്ളവർക്ക് കൊടുക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു പോകണം. ഇപ്പോൾ ഉള്ളെങ്കിൽ കൊടുക്കും, അങ്ങനെയാണ് ഒരിത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവളുടെ സംസാരമാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു മുന്നോട്ട് ഓട്ടോമാറ്റിക് വന്നത്. നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ ഏതിലാണ് പിടിച്ച് കയറണമെന്ന് പറയാൻ പറ്റത്തില്ല, എന്ത് കണ്ടന്റ്. അപ്പോൾ ഇവളുടെ സംസാരം കണ്ടന്റ് ആയതുകൊണ്ട് അതാണ് തോന്നുന്നത്. ഇവൾ ആ ഫാമിലിയായിട്ട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെയാണ്, അതാണ് മെയിനായിട്ട്. ഓക്കെ, യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇപ്പം ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ. അപ്പം എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ? നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായത്, പോസിറ്റീവ് കമൻറ്റ്സ്, എങ്ങനെയൊക്കെയായിരുന്നു പ്രതികരണങ്ങൾ? ഫസ്റ്റ് ഒരു വീഡിയോ ചേട്ടൻ അപ്ലോഡ് ചെയ്തു. ആദ്യം പോസിറ്റീവ് ആണ് വരുന്നത്, പിന്നെ കയറിപ്പോൾ നെഗറ്റീവ് വന്ന് തുടങ്ങും. അതങ്ങനെ ഒരു സ്വാഭാവികം. അത് പിന്നെ മനസ്സിലായി. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വിറ്റ് പൈസ ഉണ്ടാക്കണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സങ്കടം വരും. ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. ചെയ്ത് കിട്ടണം, ഓക്കെ, മൈൻഡ് ചെയ്യണ്ട, അത് വേറെ കേസ്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞ യൂട്യൂബ് ചാനലിലും ആ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം, പേജ്മെൻറ്റ് വരുമാനം ഒക്കെ ഇവളുടെ അക്കൗണ്ടിലോട്ട് പോണത്. ഞാൻ പൈസ എടുക്കാറില്ല. ഇവളോട് ഞാൻ കൈ നീട്ടിയാലേ തരുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്താ നമുക്ക് ഇവളുടെ പൈസ അങ്ങനെ വേണമെന്നില്ല. അത് ഇവളുടെ വരുമാനമാണ്. ഇല്ല, നമുക്ക് എന്താ ചെയ്താലും നമുക്ക് ഫാമിലിക്ക് വേണ്ടിയല്ലേ, ഇയാൾക്ക് വേണ്ടി മാത്രം, പിന്നെ ഞാനൊക്കെ വേണ്ടി മാത്രം അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കുന്നു, അത് നമുക്ക് ഫാമിലിക്ക് വേണ്ടി മാത്രമുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ടോ കമൻസ് 100 കമൻസ്, ഗുഡ് കമൻസ്, ബാഡ് കമൻസ്, അങ്ങനെയില്ല. നല്ല കമൻസും ഉണ്ട്, ബാഡ് കമൻസും ഉണ്ടോ. ബാഡ് കമൻറ്റ് മീൻസ് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അപ്പുക്കുട്ട ഹസ്ബൻഡ് കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്. കാരണം ഇയാൾ സംസാരിക്കുമ്പോൾ കുറച്ച് റഫ് ടോക്ക് ഉണ്ടോ, റഫ് ടോണും ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അപ്പുക്ക് ഭയങ്കര അലമ്പ ഉണ്ടല്ലോ അങ്ങനെ പറയും. പക്ഷേ ശരിക്കും നമുക്ക് വീട്ടിൽ ശരിക്കും ഏറ്റവും പാവം എൻ്റെ ഹസ്ബൻഡ് അപ്പുക്കുട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ടോണ് ഭയങ്കര റഫുണ്ട്, പക്ഷേ ഇയാൾ ഭയങ്കര പാവമുണ്ട്. ഹസ്ബൻഡ് കാരണം നമുക്ക് യൂട്യൂബ് ചാനൽ ഇതുവരെ നന്നായിട്ട് പോകണുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും വീട്ടിൽ എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ടൈമിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ ഇത് സത്യം കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ ജോലിക്ക് പോയി വരും. അപ്പം അമ്മ ഫുഡ് കഴിച്ചിട്ട് ഒരു മുറിയിൽ താമസിക്കുന്നുണ്ട്. ഹസ്ബൻഡ് പോയി, അമ്മ എന്തായിച്ച് അങ്ങനെ കളിപ്പിച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്ക് വീട്ടിൽ എല്ലാവരും കിട്ടും, ഗ്രാൻഡ്മോ അമ്മ എനിക്കിട്ടോ സിസ്റ്റർക്കിട്ടോ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ലവ് ഉണ്ട് ഒരു വീട്ടിൽ. ചില വീട്ടിൽ നമുക്ക് മാരേജ് ആയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ, നമുക്ക് മിങ്കിളാവും ഇല്ല അറിയില്ലേ, ഫുൾ ടൈം ഫൈറ്റ് ആവും ഇല്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ല, ഇതുവരെ ഇല്ല. സംടൈം വഴക്കുണ്ടാക്കും, പക്ഷെ 2-3 മിനിറ്റ്സ് മാക്സിമം 1 hour 2 hour അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സോൾവ് ആക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഈ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഭാഷ ചേച്ചിക്ക്. അപ്പൊ എങ്ങനെയായിരുന്നു ഫസ്റ്റ് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. അല്ല, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളം പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ ചാനൽ പണ്ട് തുടങ്ങുന്ന ആരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ PUBG എഡിറ്റ് ചെയ്തോണ്ട് വിട്ടു, ഞാൻ കേസ് വിട്ടു. അപ്പോൾ ഇപ്പം ഇവൾക്കും പേടി, ഇവൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. അപ്പം PUBG ചെയ്ത് ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ മലയാളം പഠിപ്പിക്കണ്ട എന്നൊരു രീതിയിലായിരുന്നു നമ്മളൊരിത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ജോലിക്ക് പോവും, അമ്മ ജോലിക്ക് പോവും, ഇവള് മാത്രം ഏലിക്കുട്ടി മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാവും. ഇത് അങ്ങോട്ട് സംസാരിച്ച് അങ്ങനെ ആയി പോയതാണ്. ഇല്ല, പിന്നെ നമുക്ക് ലാംഗ്വേജ് പഠിക്കണം. കാരണം ഞാൻ വേറെ ഈ നാട്ടിൽ വരുമ്പോൾ വർക്ക് ടൈം കുഴപ്പമില്ല. നമുക്ക് ബിഫോർ ഞാൻ വർക്കിംഗ് ഉണ്ടായിരുന്നു, ആ ടൈം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, പിന്നെ ഹിന്ദിയും ആൾക്കാർക്ക് അറിയോ. അപ്പോൾ നമുക്ക് ഈ മലയാളം ലാംഗ്വേജ് ആവശ്യമില്ല. പക്ഷേ മാരേജ് കഴിഞ്ഞ ശേഷം എനിക്ക് ലാംഗ്വേജ് പഠിക്കണം. കാരണം ആ വീട്ടിൽ ഹിന്ദി അറിയില്ല, പിന്നെ വേറെ ലാംഗ്വേജ് അറിയില്ലല്ലോ, എനിക്ക് മലയാളം അറിയില്ല. പിന്നെ ഞാനും എനിക്ക് ലാംഗ്വേജ് പഠിക്കണം. പക്ഷേ ആ ടൈം നമുക്ക് ഈ ലാംഗ്വേജ് മീൻസ് പെട്ടെന്ന് പഠിക്കുന്നു പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റും വേണം. എനിക്കിട്ട് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു, എനിക്ക് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പല ക്രിയേറ്റീവ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കുക്കിംഗ് ആയിരുന്നു, നേപ്പാളി സ്പെഷ്യൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം
നേപ്പാളി ഫുഡ് ഇപ്പം വീട്ടിലുണ്ടാക്കുമല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു? ഒരു ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ? ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഈ അപ്പൊ കൂടെ ഇപ്പൊ കുറച്ച് സ്റ്റാർട്ടിങ് ആയിട്ട് കഴിക്കുന്നുണ്ട്. നൂഡിൽസ്, അങ്ങനെ ചപ്പാത്തി, കറി അങ്ങനെ കുറച്ച് കഴിക്കും. പക്ഷേ ഫുള്ള് ഫുഡ് കഴിക്കില്ല. അവിടെ കൂടുതൽ നൂഡിൽസ് ടൈപ്പ് ഫുഡൊക്കെ അല്ലേ വരിക? അതെ മോമോ, പിന്നെ ചോറും കഴിക്കും കേട്ടോ. ചോറ് സ്മോൾ റൈസ് കഴിക്കും. അല്ലെങ്കിൽ കൂടുതൽ നൂഡിൽസ് ആണെന്ന് തോന്നുന്നു അല്ലേ? നൂഡിൽസ് മീൻസ് നമുക്ക് മാർക്കറ്റ് പോകൂലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ നൂഡിൽസ്, മോമോ, പിന്നെ സൂപ്പ്. അവിടെ നൂഡിൽസ് വെറൈറ്റി നൂഡിൽസ് ആണ്. അങ്ങനെ ഒരു പെട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചത്. പിന്നെ മോമോസ് ഒക്കെ വെറൈറ്റി ഉണ്ട്. ഞാൻ ഉണ്ടാക്കും കുറേ വെജ് പിന്നെ ചിക്കനും ഉണ്ടാക്കും. പക്ഷെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഉരുളക്കിഴൻ മോമോ ഉണ്ടാക്കാം, ചീസ് മോമോ ഉണ്ടാക്കാം, പനീർ മോമോ ഉണ്ടാക്കാം, വെറൈറ്റീസ് മോമോ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, ഞാൻ വെജ് പിന്നെ ചിക്കൻ മാത്രം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരേ ഡിഷ് പണിയുണ്ട്. നമ്മൾ പൊറോട്ടയാണ് കഷ്ടമാണ് മോമോ. ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടില്ലേ മോമോസ് ഉണ്ടാക്കുന്ന വീഡിയോ? ഓക്കെ. അപ്പം ചേച്ചിക്ക് ഇവിടെ വന്നപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേരള ഫുഡ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇപ്പൊ എല്ലാം ഇഷ്ടം കേട്ടോ. നണ്ട് കറി ഭയങ്കര ഇഷ്ടം. ഓണം സദ്യ ഭയങ്കര ഇഷ്ടം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേപ്പാളി ഫുഡ്? എനിക്ക് തുപ്പ. അത് നൂഡിൽസ് ഉണ്ട് കേട്ടോ. നൂഡിൽസ് നമുക്ക് സൂപ്പില് ആ നൂഡിൽസ് ഇടും. അതിലേക്ക് മേലെ സവാള, മലയാള, അങ്ങനെ സോയാ സോസ്. എനിക്ക് ഇവിടെ ഉണ്ടാക്കുന്ന മുമ്പേക്കാൾ അവിടെ ഉണ്ടാക്കണം. ഇവിടെ ഒരു ആൻറ്റി ഉണ്ടാക്കുന്നുണ്ട്, അത് ഭയങ്കര ഇഷ്ടം. അത് കുറെ കഴിക്കും. അപ്പൊ ഏലിക്കുട്ടി, സോയിക്കുട്ടി, ഞാൻ തംബ്നെയിൽ കണ്ടായിരുന്നു യൂട്യൂബിന്റെ. ഏലിക്കുട്ടിയുടെ സ്വന്തം സോയിക്കുട്ടി. അപ്പൊ ഏലിക്കുട്ടി ഗ്രാൻഡ്മയാണല്ലേ? ഏലിക്കുട്ടി ഗ്രാൻഡ്മ, എൻ്റെ മദർ ഇൻ ലോ ഒക്കെ അമ്മ. മദറിലേക്ക് അമ്മ. അപ്പൊ നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ എങ്ങനെ? ഏലിക്കുട്ടി സോയിച്ചാൽ നിങ്ങൾ വീഡിയോസ് റീലുകൾ കാണാറുണ്ട്. അപ്പം അത്യാവശ്യം ഭയങ്കര നാച്ചുറൽ ആണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക, വീട്ടിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് റീല് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? കാരണം നിങ്ങളെല്ലാം നല്ല ബോണ്ടിങ്ങിലാണല്ലോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട് ഒരു വീഡിയോക്ക് റീച്ച് കിട്ടാനൊക്കെ? വീഡിയോക്ക് റീച്ച് ഇല്ലേ, പക്ഷെ ശരിക്കും നമുക്ക് സ്നേഹമുണ്ടോ? പണ്ട് യൂട്യൂബ് ചാനലിന് മുമ്പ് അമ്മ ജോലിക്ക് പോകും, അപ്പോൾ ഹസ്ബൻഡും ജോലിക്ക് പോകും. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സിസ്റ്ററുണ്ട്. ഹസ്ബൻഡ് സിസ്റ്റർ സംസാരിക്കില്ല, ഡെഫുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഏലുകുട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ എപ്പോൾ ഏലുകുട്ടി സംസാരിക്കുന്നു, ട്രൈ ചെയ്യും. അപ്പം പക്ഷേ ആ ടൈം ലാംഗ്വേജ് അറിയില്ലല്ലോ. അപ്പോൾ അമ്മ ഒക്കെ കാണിച്ച് കൊടുക്കും. അപ്പോൾ അമ്മ റിട്ടേൺ ഞാനൊക്കെ കാണിച്ചേ കൊടുക്കും. അങ്ങനത്തെ സംസാരിച്ച് നമുക്ക് ഒരു ബോണ്ട് ആയി. അപ്പോൾ ഇപ്പം ഞാനൊക്കെ രാവിലെ അമ്മ എനിക്കും രാവിലെ അമ്മക്ക് വീട് അപ്പുറത്തെ വീട് ഉണ്ട് കേട്ടോ. എൻ്റെ വീട് ഇങ്ങനെ തൊട്ട് അമ്മച്ചിക്ക് വീട്. അപ്പൊ രാവിലെ അമ്മ എണീച്ചിട്ട് 9 മണി 8 മണി സോയേ വിളിക്കും. അപ്പൊ ഞാനൊക്കെ ആ സ്ഥിരം കേൾക്കണം. ആ അമ്മ സോയി വിളിച്ചിട്ട് ഞാനൊക്കെ കേൾക്കും. അപ്പൊ കേക്കിൽ തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകും, അമ്മക്ക് വീട്ടിൽ പോകും. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നത് അങ്ങനെ നോക്കും. അങ്ങനെ നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കും, അമ്മ പഠിച്ചു കൊടുക്കും. അങ്ങനത്തെ നമുക്ക് ഓരോ ഇവരെന്തെങ്കിലും കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഞാൻ ക്യാമറ പഠിച്ചെടുക്കുന്നത്. ഇതിപ്പോ ഞാനും അമ്മയും ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ്. കാരണം എനിക്ക് പലരോടും പെരുമാറാൻ അങ്ങനെ അറിയില്ല. ആ കൂട്ടുകാരന്മാരോട് എങ്ങനെ പെരുമാറും അതുപോലെ പറയണം. പക്ഷെ കൂട്ടുകാരോട് പറയേണ്ട കാര്യമൊന്നും പറയില്ല, എന്നാലും വേറെ ഇതിൽ പറയുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഷെയർ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ എടാ പോടാന്ന് അമ്മ എടാ വിളിക്കില്ല. അപ്പം ഞാൻ അതിനനുസരിച്ച് അങ്ങോട്ട് പറയും. അങ്ങനത്തെ ഒരു വൈബാണ്. അപ്പോൾ ആ ബോണ്ടിങ് വരും. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് കൊടുക്കും, മതി പിടിച്ച് കയറുവാര്. അപ്പോൾ അമ്മയുടെ സംസാരം ക്ലാഷ് ആകുമ്പോൾ നാച്ചുറൽ ആയിട്ടാണ് ഓരോ റീലുകൾ. കാരണം നമ്മൾ വീട്ടിൽ സ്ഥിരം സംസാരിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ ആ രീതിയിലാണ് റീലുകൾ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏലിക്കുട്ടിയായിട്ട് കമ്പനി ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് രസകരമായിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിക്കോളൂ? ഭാഷ അറിയാൻ വയ്യാണ്ട് വന്നിട്ട് വീഡിയോകളിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പം എന്തെങ്കിലും രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ആരും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ചേച്ചിക്കായാലും ഭാഷ അറിയില്ലല്ലോ, അങ്ങനെ സംസാരിച്ചപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അങ്ങനെ വിഷമം ഇല്ല. പക്ഷെ എന്താ പറയൂ, നമുക്ക് ലാംഗ്വേജ് അറിയില്ലെന്നാ നമുക്ക് ഒരു ഫാമിലിയിൽ ഒറ്റയ്ക്ക് ഫീൽ ആവും, ലോൺലിനെസ് ഫീൽ ആവും. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ലാംഗ്വേജ് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വർത്തമാനം പറയിച്ചു നമുക്ക് എനിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ലോൺലി ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ നമുക്ക് ആ ടൈം നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറേ ഉണ്ടാവുമല്ലോ. നമുക്ക് തോന്നും അയ്യോ എൻ്റെ കുറ്റം പറയുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ശരിക്കും ഞാൻ ചിന്തിച്ചായിരുന്നു. ചിലർ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് അർത്ഥം മലയാളിയോട് പറയുമ്പോൾ ഒരു അർത്ഥം ഉണ്ടല്ലോ സംസാരിക്കും, നമുക്ക് മനസ്സിലാവും തമാശയാണെന്ന്.
പക്ഷെ ആ വളഞ്ഞ വഴികളോട് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തോന്നും. ഞാൻ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഫൈറ്റ് വരും, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അയ്യോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അപ്പൊ പക്ഷെ പിന്നെ ഇപ്പൊ ഞാൻ മലയാളം പഠിച്ചോല്ലോ, അപ്പൊ എനിക്ക് ഇപ്പൊ മനസ്സിലാവണം ഇത് തമാശ ഉണ്ടോ, പിന്നെ ഇത് സീരിയസ്നെസ് ഉണ്ടോ, അങ്ങനെ ഇപ്പൊ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇപ്പൊ കുറെ നേപ്പാളി ഇപ്പൊ മാരേജ് ആവുന്നുണ്ട് കേട്ടോ, നേപ്പാളി മലയാളി കുറെ മാരേജ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും പറയുന്നുണ്ട് ഭാഷ ലാംഗ്വേജ് ഫസ്റ്റ് പഠിക്കണം. പഠിച്ചാല് നമുക്ക് യൂസ്ഫുൾ ഉണ്ടോ, ഫാമിലിക്കിട്ട് എല്ലാവർക്കിട്ട് മിങ്കിൾ ചെയ്യാം. പുറത്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് ഹസ്ബൻഡ് വേണ്ട, ഫാമിലി വേണ്ട, എന്തെങ്കിലും നമുക്ക് ഓഫീസ് വർക്ക്, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ്, എന്തെങ്കിലും നമുക്ക് സംസാരിക്കണ്ടേ. അപ്പം നമുക്ക് ലാംഗ്വേജ് അറിയും, നമുക്ക് ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യും, നമുക്ക് പറ്റും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എവിടെ സ്ഥലം പോകും, ഞാൻ പോവും, സംസാരിക്കും, വരും, അത് കുഴപ്പമില്ലേ. അപ്പം ഞാൻ എല്ലാവർക്കും ഞാൻ പറയുന്നുണ്ടോ, നിങ്ങൾ മാരേജ് ചെയ്യണം ഓക്കെ, പക്ഷെ മലയാളം മസ്റ്റായിട്ടാണ് പഠിക്കും. മോൾ എങ്ങനെയാണ്? മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാഷ നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു സംസാരം? ഇവളിപ്പോ ചോദിക്കും ഒരു കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവളിപ്പോ എന്തിനാ അങ്ങനെ പറയും. അപ്പൊ അത് ഒരു കൊച്ചിപ്പരോട് ചോദിക്കും, എന്തിന്, അതെന്താ ചെയ്യാത്ത, അതെന്തിന് കൊച്ചുകൊണ്ട് ഭാഷ പറഞ്ഞോണ്ടിരിക്കണത്. രസമുണ്ട്. സ്ലാങ്, അതേ സ്ലാങ് ഉണ്ട്, എൻ്റെ സ്ലാങ് ഉണ്ടല്ലോ മലയാളം, അങ്ങനത്തെ സ്ലാങ് കൊച്ചം പഠിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചൊക്കെ മലയാളം നല്ല മലയാളം ഉണ്ട്, പക്ഷെ എൻ്റെ സ്ലാങ് ഇപ്പോൾ കൊച്ചം പഠിക്കുന്നുണ്ട്. ഞാനൊരു റീല് കണ്ടായിരുന്നു, മദറിലോ എഴുതാൻ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ, മലയാളം അക്ഷരങ്ങൾ, രാ, തായൊക്കെ പഠിച്ചോ? ഇപ്പൊ ഇവളാണ് അമ്മ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കണേ. അത് അമ്മയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും, എന്നിട്ട് അതിന്റെ മേളിൽ ഹിന്ദി വാക്ക് എന്തെങ്കിലും എഴുതി വയ്ക്കും. അപ്പം അതിനനുസരിച്ച് ഇപ്പൊ ഇവളാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞു ആ തൊട്ട് അമ്മ വരെ അറിയാം പഠിച്ചെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ പഠിച്ചോ? ഇങ്ങനെ രായും റായും ഈ വരെ പഠിച്ചോ? ബാക്കി പഠിച്ചിട്ടില്ലേ, ബാക്കി നമുക്ക് പുണ്യസൊക്കെ പഠിപ്പിക്കാം. അപ്പൊ ആ ടൈം ഞാൻ പഠിച്ചോളാം. ചേട്ടൻ നേപ്പാളി അക്ഷരങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു? ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കണ്ട, ഞാൻ പഠിക്കണ്ട. ആഗ്രഹമുണ്ടോ നേപ്പാളി അക്ഷരമൊക്കെ? ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോഴും പറഞ്ഞു സംസാരിക്കാറില്ല. കാരണം വെച്ചാൽ ഞാൻ പണ്ട് അങ്ങനെ ആരോട് സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ ഞാൻ ബ്യൂട്ടി ഫീൽഡിലായതുകൊണ്ട് ക്ലയൻസിനോട് സംസാരിച്ച് അങ്ങനെ ഒരു തുടങ്ങിയത്. അത് 2013 തൊട്ടാണ് സംസാരിക്കുന്നത് തുടങ്ങി. ഇപ്പോഴും ശരിയായിട്ടില്ല. അത് പലരും ചോദിക്കണത് ഇവൻ കള്ളു പിടിച്ചിട്ടാണ്. നമുക്ക് നാഗ് സംസാരിക്കാൻ ഉള്ളില്, അപ്പൊ ആൾക്കാർ വിചാരം ഞാൻ വെള്ളം അടിക്കുന്ന ആൾക്കാരെ ഞാൻ വെള്ളം ഒരു പരിപാടിയില്ല കേട്ടോ, ഒരു ദുശ്ശീലമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം നിങ്ങൾ ഈ നേപ്പാളി മല്ലൂക്ക് ഒരു കോമ്പിനേഷൻ, നിങ്ങളൊരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എല്ലാത്തിനും തുടക്കം എവിടുന്നായിരുന്നു? എങ്ങനെ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ പ്രണയ ജീവിതവും കാര്യങ്ങളൊക്കെ? പ്രണയ ജീവിതം ഇപ്പം എൻ്റെ ചേട്ടായി ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പോൾ ചേട്ടനെ സലൂണിൽ കൊണ്ടാക്കി, എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടുപിട്ടി. അപ്പോൾ അന്നൊന്നുമില്ല, അന്ന് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ 6 മാസം കഴിഞ്ഞ ആൾ പോയി. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പിന്നെയും കണക്റ്റായി. 2015 കണ്ടുപിടിച്ചു. ഞാൻ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്യും, അപ്പൊ തന്നെ ഞാൻ ലൈക്ക് ചെയ്തുകൊണ്ട് കൂടി ആളിയുടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പിന്നെ ലേറ്റ് ആക്കില്ല പ്രപ്പോസ് ചെയ്ത്. അപ്പൊ ഇങ്ങനെ പറയാൻ താല്പര്യമില്ല, അങ്ങനെ പറയാ ഓക്കെ. അപ്പൊ ആള് നോന്ന് പറഞ്ഞില്ല, ഫ്രണ്ട്സായിട്ട് പോവാന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ആള് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആലോചിച്ച് വെട്ടാൻ ഓക്കെ പറഞ്ഞു. അന്നേരം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ വീട്ടിലായപ്പോ എങ്ങനെയായിരുന്നു? വീട്ടില് പ്രശ്നമൊന്നുമില്ലായിരുന്നു. സപ്പോർട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആയതുകൊണ്ട് അവർ സപ്പോർട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചേച്ചിയുടെ വീട്ടിലോ ഈ റിലേഷൻ അറിഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ലോങ് ഡിസ്റ്റൻസ്, അത് മാത്രം പ്രശ്നമുണ്ടായിരുന്നു. അത് മാത്രം അമ്മയ്ക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അനിയത്തിയായിട്ട് ആൻസിക്കുട്ടിയായിട്ട്? ആൻസിക്കുട്ടി നല്ലതാ, കാരണം ഭയങ്കര ആക്റ്റീവ്. റീൽസിലൊക്കെ ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ ഒരു ഡാൻസ് ചാലഞ്ച് ഇല്ലായിരുന്നു? ഡാൻസ് ചാലഞ്ച്, ആ വീഡിയോയിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വെച്ചാൽ ഭയങ്കര എന്താ പറയുന്നത്, ഹ്യൂമർ സെൻസ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ആൻസിക്കുട്ടിയാണെന്ന് തോന്നി. ഭയങ്കര കോമഡിയൻ നല്ല ആക്റ്റീവ് ആള്. ആൾക്ക് മൂടുണ്ടെങ്കിലേ വരുള്ളൂ. അതങ്ങനെയാണ്. ചില സമയത്ത് ആള് വരുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ ആള് മൂഡ് വേണം ആൾക്ക് പറയാൻ. പിന്നെ സിസ്റ്റർ, പിന്നെ എൻ്റെ കൊച്ചെ, എൻ്റെ ബേബി നല്ല
കോമ്പിനേഷൻ ഉണ്ട്. പാൻസൽ ലാംഗ്വേജ് ഒക്കെ അറിയാം, അങ്ങനെ പാടി നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. സ്ലൈങ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമുക്ക് ജയിച്ച് വല്ല അവൾക്ക് ആൻറ്റി നോക്കിച്ചോളൂ NC. അപ്പോൾ ഇപ്പോൾ രണ്ടുപേർക്കും നല്ല ബോണ്ട്, നല്ല ലവ്, നല്ല സ്നേഹം. അപ്പോൾ ഫുൾ ടൈം എൻസിക്കിട്ട് ഉണ്ട്. ആൻസിറ്റി തുറന്നു, ആൻസിറ്റി ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു റീലോ വീഡിയോ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റീല് സംസാരമാണോ? അല്ല, ഒരു വീഡിയോ കണ്ടന്റ് കാണുമല്ലോ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ ബർത്ത്ഡേയില് എൻ്റെ ഹസ്ബൻഡ് അപ്പുകുട്ട എനിക്ക് അവിടെ ഓൾഡ് ഏജ് ഹോമിൽ എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി. അപ്പം നമുക്ക് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു, ഒരു ദിവസമൊക്കെ വേണ്ടി ഫുഡ് കൊടുക്കുന്നു പറ്റില്ലോ. അല്ലാത്ത നമുക്ക് എത്രയോ കാശ് വേസ്റ്റാക്കും, ചിലവാക്കും. നമുക്കും എന്തോരോ തുണി മേടിക്കും, ഫുഡ് കഴിക്കും, അവിടെ പോകും ഇവിടെ പോകും. അപ്പോൾ ആ ടൈം ഒരു ദിവസം അത് ഈ ആഗ്രഹം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു, ഞാൻ വർക്കിംഗ് ടൈം. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേയിൽ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പുകുട്ട ഹസ്ബൻഡ്. അപ്പോൾ ആ ടൈം എനിക്ക് ഭയങ്കര ഇമോഷണലായി, ഹാപ്പിയായി. അപ്പോൾ അത് എനിക്ക് ഏറ്റവും ലൈഫിൽ ഒരു മാസം കിളി പോലെ ഇരുന്നു. കാരണം വെച്ചാൽ ആ ബർത്ത്ഡേക്ക് 4 ഗിഫ്റ്റ് കൊടുത്ത സർപ്രൈസ്. അതുകൊണ്ട് ഷോക്കായിട്ട് ആളെന്തോ കിളി പോലെ. 4 ഗിഫ്റ്റ് കിട്ടിയോണ്ടുള്ള സർപ്രൈസ്. 4 സർപ്രൈസ് കൊടുത്തു. അത് ഒരു എന്താ വലുത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലുത് ചെയ്ത് കൊടുത്തു. അതാളിങ്ങനെ എന്തോ കിളി പോലെ. പുള്ളി പിന്നെ അങ്ങനെ സംസാരിക്കുന്നില്ല, ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ഇത് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇത് വരുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു. അത് ഒന്നാമത്തെ പണ്ടൊരു എനിക്ക് ഈ മുമ്പുള്ള പ്രേമിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഏതെങ്കിലും ടൗണിൽ ഒരു 40 അടി വലിയപ്പോൾ അതിൽ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ചെയ്യണം. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായി. അപ്പം അത് പെട്ടെന്ന് ചെയ്തു. പിന്നെ ഒരുപാട് പണ്ട് പറഞ്ഞ ആഗ്രഹം, ആ ഓപ്പണേജ് ഫുഡ് കൊടുക്കണത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നൈറ്റിൽ ആ ഒരു ലൈറ്റൊക്കെ അത് ഭയങ്കര ഇതായി പോയത്. അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. പക്ഷേ അതിൽ വന്ന കമൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ. അത്രയും പ്രതീക്ഷയില്ല. കമന്റ് കണ്ട് ഭയങ്കര സന്തോഷമായി പോയി. കമന്റ് നമുക്ക് വായിക്കുമ്പോൾ ഒരു നമുക്ക് എനർജി കിട്ടും. അങ്ങനെ കമന്റ് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. സാധാരണ ഞാൻ ഇതുവരെയുള്ള ആ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമന്റ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാർ. അത് ഭയങ്കര സന്തോഷം. ഞാൻ അത് കണ്ടിട്ട് കരഞ്ഞു പോയി. വായിച്ചിട്ട് അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ വരുമെന്ന്, ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നല്ല കമന്റ് കണ്ടപ്പോൾ ഭയങ്കര വായിച്ചു. ചില കമന്റ് ഒക്കെ ടച്ച് ആവും ഭയങ്കരമായിട്ട്. അതേപോലെ ചില നെഗറ്റീവ് വരുമ്പോൾ കുത്തും. അത് വേറെ കേസ്. ഈ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കാൻ നിൽക്കാറുണ്ടോ അതോ അതിനെ അങ്ങ്? നേരത്തെ പ്രതികരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം മനുഷ്യരാണ്, ആരും എടുക്കാൻ പറ്റില്ല. കാരണം അവര് നമ്മളെ വീഡിയോയിൽ അറിയുള്ളൂ. നേരിട്ട് കണ്ട് ചിലപ്പോൾ ഒരിക്കലും പറയില്ല. വീഡിയോയിൽ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ അവര് ചിലപ്പോൾ ആദ്യം സ്ക്രിപ്റ്റഡ്. നെഗറ്റീവ് നമുക്ക് സ്ഥിരം സബ്സ്ക്രൈബർ, നമുക്ക് സ്ഥിരം വ്യൂവേഴ്സ് പറയില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ആൾക്കാർ കാണുന്ന ആൾക്കാർ ദേഹം അറിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഫാമിലി ബോണ്ട് ഉണ്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ആൾക്കാർക്കും തെറ്റ് പറയാൻ പറ്റൂല. അപ്പൊ അത് ആരെ കുറ്റമിട്ട് കാര്യം. പിന്നെ നിർത്തി മൈൻഡ് ചെയ്യാല്ലോ. ഞാൻ സത്യം പറഞ്ഞപ്പോൾ കമന്റ് നോക്കാറില്ല. അത് വിഷമാവും. ചില നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകണണ്ടായിരിക്കും ഈ നെഗറ്റീവ് അറിയാൻ പറ്റണേ. ഹസ്ബൻഡ് കൂടുതൽ വിഷമം കമന്റ് വായിക്കും. അപ്പൊ ഞാൻ എൻ്റെ അമ്മ മദറിൻലോ കമന്റ് വായിക്കും, ഞാൻ റിപ്ലൈ. നല്ല ആളെ പറയണ ആദ്യമൊക്കെ കമന്റ് എടുത്ത് ഡിപ്രഷൻ അടിച്ചു പോയി. അത് പണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനത്തെ പ്രതിസില്ലല്ലോ. അത് 2 മാസം ഡിപ്രഷൻ അടിച്ചു പോയി. ഭയങ്കര വിഷമമായി. എങ്ങനെ റിക്കവറി ആയി എടുത്തെന്നറിയാം. നമ്മളെ ഹാപ്പിയാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, പെട്ടെന്ന് നമുക്ക് അങ്ങനെ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റാർട്ടിങ് സമയത്ത് അങ്ങനെ വന്നപ്പോൾ പിന്നെ ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി അമ്മയുടെ ഭയങ്കര ഇത് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ കമന്റ് വായിക്കുമ്പോൾ പ്രാന്തായി പോയി. പിന്നെ എനിക്ക് ആ ടൈമത്ത് ആരെങ്കിലും മിന്തിന് തോന്നില്ല. അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വിടാം നമുക്ക്. ഇപ്പൊ ഞാൻ നോക്കൂല, പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നോക്കാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മള് ഫാമിലി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് ലൈഫ് ഇങ്ങനെ ചെയ്യണത്. നമ്മളിപ്പോ ഒരാളെ പേര് അമ്മ എന്ന് വിളിക്കുന്ന റെസ്പെക്ട് കൊടുക്കേണ്ട കേസാണ് അമ്മ. പക്ഷെ അമ്മേനെ പേര് വിളിച്ചാലും കുഴപ്പമില്ല. കാരണം അതിലും റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എൻ്റെ അമ്മ ഏലിക്കുട്ടി അമ്മയ്ക്ക് ഏലിക്കുട്ടി എന്ന് വിളിക്കാൻ ഇഷ്ടം, അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഉള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇത്.
പക്ഷെ അതാണ് ബെറ്റർ ലൈഫ് കേട്ടോ. നിങ്ങളുടെ വീഡിയോസിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വൈബും ഫാമിലി തരുന്ന ഒരു വൈബ്. ചിലപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോസ് കാണുമ്പോഴത്തെ അറിയാണ്ടൊരു ചിരി നമുക്ക് അയ്യോ അതാണ് ഭയങ്കര ചില കമന്റ് ഒക്കെ പറയുന്നത്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരു എനർജി കിട്ടുന്നത്. കാരണം നമുക്ക് വീട്ടിലുള്ള ഒരു ഫീലിംഗ് ആ കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ എങ്ങനെ സംസാരിക്കുക അതൊക്കെ തന്നെ അതുപോലെ തന്നെ. നമുക്ക് ഫുൾ ടൈം സ്ക്രിപ്റ്റ് ചെയ്യാനും പറ്റൂല അല്ലെ, ഫുൾ ടൈം ആ ആക്ടിങ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പം നമുക്ക് ലൈവായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് പോയാൽ അത് നല്ല. ഫുൾ ടൈം സ്ക്രിപ്റ്റ് ആക്ടിങ് അത് പറ്റൂല. പക്ഷെ ഏറ്റവും സങ്കടമായ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും സ്ക്രിപ്റ്റ് വീഡിയോ ഒക്കെയാണ് ഏറ്റവും വ്യൂസ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. അത് നമുക്ക് അങ്ങനെ വ്യൂസ് ഒക്കെ കുറവാണ് ഈ ലോങ് വീഡിയോ കാര്യം. ചില വീഡിയോ കയറി ചിലവുണ്ട്, പക്ഷെ സ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ കൊടുക്കുക ആക്ടിങ് അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല. അത് ഒരു കണക്റ്റ് ആയി വേണ്ടേ, അത് പറ്റത്തില്ല. കാരണം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് എത്ര നാൾ ആക്ടിങ് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, എന്തിനും ഒരു പൊളിയും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്തു പോകണത്. ഓക്കെ. ഈ നാച്ചുറൽ കണ്ടന്റുകൾ ഇപ്പം പ്രീ പ്ലാൻഡ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ. ജസ്റ്റ് ചേട്ടൻ ഇപ്പൊ ആ ഒരു അടുക്കള എന്തെങ്കിലും പ്രീ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ബർത്ത്ഡേ സർപ്രൈസ് അങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഒരാൾ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ, ഞാൻ വേറെ ആരോടും പറയില്ല. കാരണം വെച്ചാൽ പൊളി. അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണണം, എല്ലാ റിയാക്ഷൻ കാണണം. അതല്ല, അതാണ് നമ്മുടെ ഒരു പ്ലാൻ. മറ്റേ പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും വേറെ കൊടുക്കണം, ഞാൻ എലിക്കുട്ടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യും. അല്ല അലീന, പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേ കേസ് അലീനയുടെ മാത്രം പറയാറുള്ളൂ. ഐ മീൻ ഇവളുടെ കേസ്. കാരണം വെച്ചാൽ അവൾക്ക് എനിക്കറിയില്ല സമൂഹം എങ്ങനെ ഏറ്റെടുക്കും എന്നറിയില്ല. അപ്പോൾ ആ കൊച്ചിന് കുറച്ച് നോളജുകളുണ്ട്. ആ കൊച്ചിനോട് പറയുമ്പോൾ ആടാ അങ്ങനെ ചെയ്യണം, അപ്പോൾ പറഞ്ഞു തരും. കാരണം ഇതിൽ എങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഇടയ്ക്ക് ചേച്ചി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ അവിടെ ചേട്ടനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും. അപ്പം അവിടുത്തെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഭാഷ മാറുമല്ലോ. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ അതൊക്കെ എങ്ങനെ മനസ്സിലായി വെച്ചാൽ ചേട്ടൻ നിങ്ങൾ തമ്മിൽ മലയാളത്തിലായിരിക്കും സംസാരിക്കുക, പക്ഷെ ചേച്ചി പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഭാഷ തന്നെ ഫുൾ ചേഞ്ച്ഡ് ആവുമല്ലേ? അപ്പൊ ഒരു വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു? ഞാൻ അവിടെ പോയി സംസാരിക്കുമ്പോൾ പക്ഷെ മലയാളം പറഞ്ഞു പോവും. ഇങ്ങനെ ആൾക്കാർക്ക് മലയാളം പറയുമ്പോൾ നേപ്പാളിയും മിക്സ് ആവും. അവിടെയും നേപ്പാളി സംസാരിക്കുമ്പോൾ മലയാളം മിക്സ് ആവും. അതെ, ഇടയ്ക്ക് അവിടെ നേപ്പാളി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മലയാളം സംസാരിച്ചാൽ കയറി പോകും. അപ്പൊ അവര് അങ്ങനെ പറയും, മനസ്സിലാവില്ല. ഇവള് പറഞ്ഞോണ്ട് പോകും. കാരണം ആ രണ്ടും ഒരു എന്താ മദർ ലാംഗ്വേജ് ആയിട്ട് രണ്ടും മിക്സ് ആയി പോയിട്ട് എന്നോട് സംസാരിക്കുന്ന നേപ്പാളി ഇടയ്ക്ക് പറയും മനസ്സിലാവുന്നില്ല എന്താ പറയണത്. പിന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറി പിന്നെ ഒരു സിനിമയാക്കുവാണെങ്കിൽ, അല്ല നിങ്ങളൊരു സിനിമയാക്കുവാണെങ്കിൽ എന്താ പേരിടാൻ ഉദ്ദേശിക്കുക? എന്തെങ്കിലും പേരുണ്ടോ? എന്തെങ്കിലും നെയിം അങ്ങനെ എന്തെങ്കിലും? അതായത് കോമൺ ലവ് സ്റ്റോറി എല്ലാവർക്കും ഉള്ള ലൈഫല്ല, അതിന്റെ പേരിടുന്നത് അറിയില്ല. അത് നിങ്ങൾ തന്നെ ആയിരിക്കും അഭിനയിക്കുന്നത്? എങ്ങനെയായിരിക്കും നിങ്ങളുടെ റോളിനോട്ട് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യോ, നിങ്ങൾ തന്നെ അഭിനയിക്കോ? സിനിമ ആവുകയാണെങ്കിൽ ബെറ്റർ ഇവിടെ അഭിനയിക്കണായിരിക്കും. എന്നെ കാസ്റ്റ് പിന്നെ വേറെ ചെയ്യും. ഇവിടെ തന്നെ അഭിനയിക്കണൊക്കെ അതിന്റെ വൈബ് വരുള്ളൂ. നമുക്ക് എന്താ പറയാ, ഒരാൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാളുടെ നമ്പർ എന്നത് പോയി. അത് മൂവിയുടെ കേസേ, അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കാൻ പോയി. പക്ഷെ നമ്മൾ മൂവി ചെയ്യുമ്പോൾ അതിൻ്റെ മുഴുവനും പറയണമല്ലോ, അത് ഇന്ന കാര്യങ്ങൾ. പക്ഷെ അത് നമുക്ക് ലൈഫ് സ്റ്റോറി ഒക്കെ പറയണ്ടേ. ഇപ്പൊ സോയിക്കുട്ടി എന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യും. ഞാൻ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഫോണിൽ മാത്രമേ ഉള്ളൂ കേട്ടാ, അല്ലാണ്ട് അങ്ങോട്ട് പോയി ചെയ്തില്ല. പ്രപ്പോസ് ചെയ്തു. അപ്പോൾ സോയിക്കുട്ടി സോയിക്കുട്ടി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഫിക്സ് ചെയ്ത് എനിക്ക് ഇവിടെ മതി. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അല്ല, നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും മോശമായിട്ട് പറയണല്ലോ കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ചിലർക്ക് മറിച്ച് പത്രത്തിൽ കാണാറുണ്ടോ, ഒരു കാര്യം മറിച്ച് വെച്ച് കല്യാണം കഴിച്ച്. അപ്പം എന്നോട് ഇങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ആളെന്നോട് എല്ലാ കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഏറ്റു. അപ്പോൾ എനിക്ക് നിന്നോടത് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവൾ മതി. കാരണം അപ്പോൾ എന്താണ് അങ്ങനെ വെച്ചാൽ, അല്ല ഇതിന് കൂടുതൽ സത്യം പറഞ്ഞ വേറെ ആരെ കിട്ടില്ല, മനസ്സിലാവും. ഇതിന് അപ്പുറം ഒരാളെ എന്നോട് ഇത്ര ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇനി ഞാൻ വേറെ ആളെ കാത്തിരിക്കേണ്ട അർത്ഥമില്ല. അപ്പോൾ എനിക്കിത് മതി, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾ വിചാരിച്ചത്. അപ്പോൾ അതെനിക്ക് മാത്രം അറിയുള്ളൂ ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പം ഇവൾക്കത് പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവളെനിക്ക് ഞാൻ ഇവൾക്ക് കൊടുത്ത പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇല്ല, എല്ലാവർക്കും ലൈഫിൽ ഓരോ ഡാർക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാം ഡാർക്ക് മീൻസ് എല്ലാവർക്കും പറയാനും പറ്റൂല. നമുക്ക്
നമുക്ക് സ്വന്തം പേഴ്സണൽ സ്പേസ് വേണം. ഉണ്ടെന്നെ നമുക്ക് കൊടുക്കാം, ഈ പറ്റൂലെന്നെ നമുക്ക് പറ്റൂല. അപ്പൊ എൻ്റെ ലൈഫിൽ ഒരു ഡാർക്ക് സ്പേസ് ഉണ്ടായിരുന്നു, ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. പക്ഷെ എനിക്കൊരു ഒറ്റ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സത്യത്തിന് മൂടി പിടിച്ച് വെക്കാൻ പറ്റില്ല. എത്ര കാര്യമാണെങ്കിലും ആളുടെ കേസിൽ മൂടി പിടിച്ച് വെക്കാൻ പറ്റത്തില്ല. അത് ഒരു ദിവസം പുറത്ത് വരും, മനസ്സിലായി. അപ്പോൾ അത് പക്ഷേ എന്നാൽ പിന്നെ ഇവിടെ എന്നോട് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അവൾക്ക് കൂടുതൽ റെസ്പെക്റ്റാണ് തോന്നിയത്. കാരണം ഇവൾക്ക് വേണമെങ്കിൽ എന്നെ പറ്റിക്കാം, എൻ്റെ കുറച്ച് എൻ്റെ പൈസയൊക്കെ വിളിച്ചിട്ട് കറങ്ങി കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്തില്ല. എന്നോട് ഈ ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് റെസ്പെക്റ്റുള്ള ഞാൻ അപ്പോൾ തന്നെ അവള് പറഞ്ഞു എനിക്ക് നിന്നെ മതി, വേറെ ആരും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആളിപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എന്നാ പറയുക, ഞാനവള് നമ്മുടെ ഫാമിലിയിലും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പിന്നെ കൂടുതൽ വേദനിപ്പിക്കത്തില്ല, മനസ്സിലായി. കാരണം ഇവിടെ അമ്മ എന്നെ പറഞ്ഞിട്ടല്ലോ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കില്ല കേട്ടോ. പക്ഷെ ഇന്നവരെ അടിച്ചിട്ടില്ല കേട്ടോ, അടിച്ചിട്ടില്ല. അതില്ല, അടിച്ചതിന് നല്ല അടി. അതുകൊണ്ട് പാവം. അപ്പം വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിലോട്ട്, ചേച്ചിയുടെ വീട്ടുകാരൊക്കെ കേരളത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ മാത്രം വന്നിട്ടുള്ളൂ. അമ്മ മാത്രമാണ്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അമ്മക്ക് നല്ല ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അവിടെ കലിംഗം മീൻസ് സ്മോൾ ടൗൺ അല്ലേ, ഇത് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ്. പക്ഷെ ഞാൻ താമസിക്കുന്ന വീട് സ്മോൾ ടൗൺ, കലിംഗം പറഞ്ഞിട്ട് സ്മോൾ ടൗൺ. പക്ഷെ അപ്പോൾ അമ്മ പുറത്തു ഇങ്ങനത്തെ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കേരളയിലെ ഫ്ലൈറ്റ് വന്നല്ലോ. അത് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബീച്ച് കൊണ്ടുപോയി, ഫോർട്ട് കൊച്ചി ബീച്ച്, പിന്നെ ലുലു മോൾ പോകുമ്പോൾ അത്ര വലിയ മോൾ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോയി. നമുക്ക് ഒരുപാട് സന്തോഷമായി. മോള് ഹാപ്പിയാണ് നമുക്ക് മനസ്സിലായി. മനസ്സിലായി. കാരണം വീട്ടിൽ വന്നിട്ട് അമ്മ അവിടെ സിറ്റിയാണ്, അത് എയർപോർട്ടിൽ നിന്ന് 3 മണിക്കൂർ ഉള്ളിലോട്ട് പോകണം. അപ്പൊ അതൊരു കുഞ്ഞു ഗ്രാമമാണ്. അതിന് പുറത്ത് അങ്ങനെ അധികം ആൾക്കാർ പുറത്തോട്ട് പോയില്ല. ഇപ്പോഴത്തെ പിള്ളേർ പോവും, അന്നത്തെ കാലത്ത് അങ്ങനെ ഇതിലൂടെ പോയിട്ടുമില്ല. അങ്ങനെയാണ്. അപ്പൊ ഇവര് ഫസ്റ്റ് വന്നപ്പോ കടല് കണ്ടപ്പോ ഷോക്കായിരിക്കണ. എന്നിട്ട് കടലിന് കുറച്ച് കക്കൊക്കെ വാരിക്കൊണ്ട് വീട്ടിൽ കൊണ്ടേ ആള് ഭയങ്കര വൈബായിരുന്നു. കേരളത്തിൽ നിന്നിട്ട് കക്കയെന്ന് ആൾക്കൊന്നും പോകാൻ തോന്നിയില്ല. അത് വേറെ കേസ്. വീഡിയോ എടുക്കുന്ന ചേട്ടനാണല്ലോ, വീഡിയോ ഒക്കെ എടുക്കുന്നത് ചേട്ടനല്ലേ? അപ്പൊ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒക്കെ അറിയായിരുന്നു നേരത്തെ എഡിറ്റിംഗ്? ഇല്ല, എനിക്ക് എഡിറ്റിംഗ് ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് പണ്ട് ചെറിയ എൻ്റെ വീഡിയോ ഗോൾ കീപ്പറാണ്. അപ്പൊ സേവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. അത്ര അറിയുള്ളൂ. പക്ഷെ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ എഡിറ്റിംഗ് അറിയില്ലായിരുന്നു. പിന്നെ ഇത് അലീനെ കൊച്ചു എന്നെ പഠിപ്പിച്ചു തന്നേനാ. അലീനെ കൊച്ചല്ലേ അവർക്ക് കുറച്ച് അറിയാമായിരുന്നു. അപ്പൊ പഠിപ്പിച്ചു തന്ന്. പിന്നെ അതിനെ കുറിച്ച് പഠിക്കാനതുകൊണ്ട് ബാക്കി ഞാൻ ചെയ്തു. പരീക്ഷയ്ക്ക് എഴുതണം. അപ്പൊ അന്നോട്ട് ഞാൻ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് എഡിറ്റിംഗ്. കുറേ ഇരിക്കാൻ പറ്റില്ല. എന്ത് പണി. ഒരു 4-3 മണിക്കൂറിന്റെ വീഡിയോ അത് ചുരുക്കി 20 ആക്കണം, അല്ലെങ്കിൽ 15 ആക്കണം. പാട്ടിടണതിനകത്ത് ഡയലോഗ്സ് അത് എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയണം. ലാഗ് നോക്കണം, അതൊക്കെ കട്ട് വരുമ്പോൾ ഭ്രാന്ത് പിടിക്കും. അത് തന്നെ ഒരു 3-6 വർഷം കാണണം ആ വീഡിയോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആക്കണം. ആരാണ് പറയുന്നത് വീഡിയോ ഓക്കെ ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന്? ഒരു കാണുമല്ലോ, ആൻസി ചേച്ചിയാണോ പറയുന്നത്? അല്ല, മാക്സിമം ഞാൻ തന്നെ വീഡിയോ വിടും, വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ. ചിലപ്പോ ഏലുകുട്ടി അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ കുറച്ച് ശരി പറഞ്ഞു പോകും. അത് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മള് ഇപ്പൊ എനിക്ക് ഇച്ചിരി കേൾക്കുറവുണ്ട്. അപ്പൊ അത് ഞാൻ കേൾക്കാൻ പറ്റാത്തതൊക്കെയാണ് അലീനെ കൊച്ചിന് കാണിപ്പിക്കും. അപ്പൊ അലീനെ കൊച്ച് അത് ക്ലിയർ ആയിട്ട് കിട്ടി തരും. അങ്ങനെ. പിന്നെ നമ്മളിപ്പം ഫാമിലി കണ്ടന്റ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത്. ഇപ്പം മറ്റ് യൂട്യൂബേഴ്സ് ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ഈ ഫാമിലി കണ്ടന്റിൽ നിന്ന് മാറിയിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടോ ചെയ്യണം? ഷോർട്ട് വീഡിയോ, അങ്ങനത്തെ ഷോർട്ട് വീഡിയോ അതായത് വേറെ കണ്ടന്റ്, ഫാമിലി കണ്ടന്റിൽ നിന്ന് മാറിയിട്ട് അല്ലാണ്ട് ഈ ഒരു പലപ്പോഴും പറയാണ്ട് അമ്മ ഷോർട്ട് ഇങ്ങനെ കുറച്ച് പേര് സ്ക്രിപ്റ്റ് ചെയ്യുമല്ലോ, മ്യൂസിക് മാത്രമായിട്ട് സ്റ്റോറി പോലെ ആണ് ചെയ്തത്. പക്ഷെ അത് ഇത് എക്സ്പ്രഷൻ അറിയില്ല. ഇവൾക്ക് ഇപ്പൊ ഈ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, അതോടെ പറ്റത്തുമില്ല. പിന്നെ അനിയത്തി കുറച്ചുകൂടി ചെയ്യും. അവളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് തുടങ്ങണം. ഞാനും അവള് അമ്മയായിട്ട് തുടങ്ങണം. അത് താല്പര്യമുണ്ടല്ലോ. നല്ല ആക്ടിങ് അറിയാം. അവൾക്ക് എക്സ്പ്രഷനും ആക്ടിങ് നന്നായിട്ട് അറിയാം. അതായത് ആൾക്ക് എവിടെ തുടങ്ങണം അറിയില്ല. അതാണ് പ്രശ്നം. ഒരു സ്റ്റാർട്ടിംഗ് ടോപ്പ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയാൽ മതി പൊക്കോളും. ഫാമിലി ഫുൾ സജീവമാണ്
റീൽസിലായാലും വീഡിയോസിലായാലും എല്ലാം. അതെ അതെ അതെ. എങ്ങനെ ആദ്യം എങ്ങനെയായിരുന്നു? വേറെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ അമ്മച്ചിക്ക് എലുകുറ്റി അമ്മച്ചിക്കും ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു. ഈ പേടി എന്ത് പറയുക, ആൾക്കാരെന്ത് പറയും അങ്ങനെയാണ്. ഇതിൽ വന്നപ്പോ നല്ല റെസ്പോൺസ്. അങ്ങനെ എലിക്കുട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറെ പേര്. എല്ലാവർക്കും അമ്മച്ചി പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സന്തോഷമായി. അപ്പൊ അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ ആയിട്ട്. അതെ അതെ. പക്ഷെ അവര് കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ഈ വീഡിയോ കേട്ടോ. കുറച്ച് ഹാപ്പി ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു സന്തോഷം. സന്തോഷം. എന്റെ അമ്മ എന്ന് വെച്ചാൽ ഒരു അമ്മക്ക് ഇവള് വന്നപ്പോഴാണ്, ഇവള് വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു കുറച്ച് ഫ്രീ ആയത്. ഇവിടെ മൊത്തം പണിയും ചെയ്യുന്നുണ്ട്. അത് പണി ഞങ്ങൾ നിർബന്ധിക്കുന്നതല്ല, അവള് പണിയെടുക്കണാണ്. അത് പലരും പറയുന്നുണ്ട് ഈ കൊച്ചിനോട് പണിയെടുക്കാൻ വേണ്ടി. കൃഷിയൊക്കെ ഉണ്ടല്ലേ ചേച്ചിക്ക് വീടിന്റെ അടുത്ത് തന്നെ? ചെറുതായിട്ട് തക്കാളി വീടില് പലരും പറയുന്നുണ്ട് ഇവള് ഈ കൊച്ചിനെ പണിയെടുക്കാണ്. എന്റെ സ്വന്തം സഹോദരങ്ങളെ ഇതിന് വേറെ ഒന്നുമില്ല. ഇവളെപ്പോഴും പണിയെടുക്കും, ഞാൻ എന്റെ കൊണ്ട് വീടിരിക്കാൻ പോകണം, വീട് പിടിക്കും. പക്ഷെ ഇവളെപ്പോഴും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ അത് ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന വീഡിയോ കുറവാണ്. അപ്പൊ എങ്ങനെ എടുക്കുക, നമുക്ക് മൂടും ചിലപ്പോ ക്ലീൻ ചെയ്യുന്ന ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഡയലോഗ് വന്നത്. അപ്പൊ ഈ ഡയലോഗ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ കിട്ടും, അത്രേ ഉള്ളൂ. വെറുതെ ഇരിക്കില്ല, അതാണ് വിഷയം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്. ചോദിക്കട്ടെ ഫസ്റ്റ് ആരോടാ? ഓക്കെ, ചേച്ചി പറഞ്ഞു. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സിനിമ എനിക്ക് ദിലീപ് ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടം. സിനിമയുടെ പേര് അറിയില്ലല്ലോ. അതുകൊണ്ടല്ലോ മൈ ബോസ് ഉണ്ടോ, പിന്നെ അത് നമുക്ക് വേറെ സാമ്പാർ ഇത് പാട്ട് സാമ്പാർ. ഓക്കെ, ദിലീപ് ഫാനാണോ? അതെ, മൂവി ഭയങ്കര ഇഷ്ടം. ആക്ടിങ് ഭയങ്കര ഇഷ്ടം. ഒരുപാട് കോമഡി, അതാണ് കോമഡി. മൈ ബോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? അവരുടെ ഒരു കോമ്പിനേഷൻ സീനാണോ അതോ ഫുൾ എങ്ങനെയായിരുന്നു? ഇതുണ്ടല്ലോ നമുക്ക് അത് ആക്ട്രസ് ആരാ? മമതാക്കിട്ട് ഇത് കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേപ്പാളി സിനിമ? ഞാൻ കണ്ടിട്ട് നേപ്പാളി പോസ്റ്റ് പോലും കണ്ടില്ല. വീട്ടിൽ പോകുമ്പോ മറ്റേ ഹിന്ദി പടത്തിന് പോസ്റ്റ് മാത്രമേ. ഒരു സിനിമ കണ്ടിട്ട് നേപ്പാളി സിനിമ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ദിലീപ് ഏട്ടാനെ പറഞ്ഞു. ഈ നേപ്പാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ സിനിമ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആളെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ പറയാറില്ല. ഓക്കെ, ചേച്ചി കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? പോയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എല്ലാ സ്ഥലം ഇഷ്ടം. എന്നാലും ഒരു ഫേവറേറ്റ്, ഇനി വീണ്ടും പോണമെന്ന് തോന്നുന്നത്? ഇനിയും പോണം. ലാസ്റ്റ് ഞാൻ പാലക്കാട് പോയി. അപ്പൊ അവിടെ പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാലക്കാട്, കൊല്ലങ്കോട്. ചേട്ടന് അവിടെ ചേച്ചിയുടെ സ്ഥലത്ത് പോകുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്ക് ഉള്ള മാർക്കറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. കാരണം അധികം അങ്ങോട്ട് പുറത്തോട്ട് പോയിട്ടില്ല. വെറൈറ്റി ഓഫ് ന്യൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, മാർക്കറ്റ് എനിക്ക് വന്നൊരു വൈബ് ഉണ്ട് കാണാൻ. ഒരു ഓർഗാനിക് ഫുഡ് കിട്ടും, വെജിറ്റബിൾസ്. അപ്പൊ നമുക്ക് കാണുമ്പോ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ. അവിടെ ആൾക്കാർ ഇപ്പോഴുണ്ടെങ്കിൽ അവിടെ ഒരു 90s ടൈപ്പാണ് അവിടെ. ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ടൊക്കെ പാടില്ലല്ലോ. പാട്ട് പാടും, ഒരു പാട്ട് പാടിയാലേ? മലയാളം എന്തെങ്കിലും പാടിയാൽ മലയാളം പാട്ടോ ഇഷ്ടപ്പെട്ടൊരു പാട്ട്? അയ്യോ, ഇങ്ങനെ പറ്റൊരു പറയുമ്പോ വരൂല. അയ്യോ, ട്രൈ ട്രൈ. കൊച്ചൊരു പാട്ട് പാടുന്നില്ലേ? മറ്റേ എന്തോ അമ്മയുടെ പാട്ട് പാടുന്നില്ലേ? അത് പാട്ടില്ലല്ലോ. കൊച്ചുങ്ങളുടെ പാട്ടല്ലേ പാടിപ്പോ? അയ്യോ, വേണ്ട പെറ്റിന് പറയുമ്പോ വരുന്നില്ല. വേറെ എന്തെങ്കിലും ചോദിക്കില്ല. ഓക്കെ, എന്നോടെ നേപ്പാളില് എന്റെ പേരെന്താന്ന് ചോദിച്ചേ. എന്നോട് ചോദിച്ചു തിമ്രോ നാം ക്യോ ഹോ. അപ്പൊ ഞാൻ പറയണം മേരാ നാം ശ്രീലക്ഷ്മി. ഓക്കെ, ചേട്ടന് ഇപ്പൊ നമ്മുടെ മലയാളത്തിലൊരു ഫേമസ് ഡയലോഗ് അല്ലേ, പോരുന്നു എന്റെ കൂടെ. അത് ചേച്ചി നേപ്പാളില് ചേച്ചിയോട് പറയണം. ചേച്ചിയോട് പറ. പോരുന്നു എന്റെ കൂടെ, ഒരു ഫേമസ് ഡയലോഗ് മലയാളത്തില്. പോരുന്നു എന്റെ കൂടെ എന്ന് വെച്ചാൽ എന്റെ കൂടെ വരുന്നു, അറിയില്ലോ. ചേച്ചി മലയാളത്തിലോട്ട്, അപ്പൊ നമുക്ക് ഞാൻ മലയാളം നേപ്പാളിലോട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞു.
മോസിങ്ങാവും മോസന ആവും മോസിങ്ങാവും ഇത് ആഴങ്ങോട്ട് പോകുന്നു. ഒന്നും കൂടെ ഒരു ഇല്ല മോസങ്ങജും മോസങ്ങജും മോസങ്ങാവും മോസങ്ങജും മോസങ്ങാവും ആ പറഞ്ഞു മോസന ജും. മോസങ്ങജും ആ അത് ഒന്നും പറയുന്നില്ല. മോസങ്ങജും മലയാളത്തിലെ പടം ഫസ്റ്റ് പോരുന്ന എൻ്റെ കൂടെ പോരുന്ന എൻ്റെ കൂടെ മോസങ്ങജും തിനി മോസങ്ങജും തിനി പറയണേ മോസന ജുംകി. ഒരു ഡയലോഗ് കൂടെ പറയട്ടെ. ചേച്ചിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് എന്തോ മലയാളത്തിൽ, അല്ലെങ്കിൽ കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് എന്തെങ്കിലും ചേട്ടന് ഒരു ഇപ്പൊ നമ്മളൊക്കെ പറയത്തില്ലേ എന്റെ ശിവനെ, അല്ലെങ്കിൽ എന്തോ അങ്ങനെ കുറെ നമുക്കൊരു ഫേവറേറ്റ് ഡയലോഗ് ആണല്ലേ സിനിമകളിലൊക്കെ, അതുപോലെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഡയലോഗ്? ഞാനിപ്പോ ആദ്യമൊക്കെ എന്റെ അമ്മേനാണ് വിളിക്കണത്. ഇത് ഇപ്പൊ എന്താ പറഞ്ഞ പണ്ടാരം അമ്മുണിയ അമ്മൂന അമ്മുന. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടേ ഇവിടെ ഇങ്ങനെ പറയും അമ്മുന. അമ്മുനയുടെ പേരെന്താ? നമുക്ക് പാവം അങ്ങനെ പറയില്ലേ, വാവ് അങ്ങനെ പാവം. അപ്പൊ ഞാനിപ്പോ ഇവിടെ അമ്മുവിനെ അമ്മയ്ക്ക് പറയാം അമ്മുവിനെ വിളിക്കും. ഞാൻ എന്താ കണ്ടല്ലോ അമ്മൂന പാവം അങ്ങനെ എനിക്ക് ഇതുണ്ടോ. അപ്പൊ കേട്ടിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ എല്ലാം കൊച്ചുമ്പോ അമ്മുന അങ്ങനെ പറയുള്ളൂ. അമ്മയെന്ന് വെച്ചാൽ പാവം. പാവം. ഓക്കെ, ഡബിൾ റാപ്പിഡ് ഫയർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട്. ഇതൊരു ടങ് ട്വിസ്റ്റർ ആയാലോ? ഇവിടെ എനിക്ക് ആരുടെ നാവ് പ്രശ്നം, എനിക്ക് ആരുടെ സംസാരിക്കാറില്ല, നാവ് പ്രശ്നം രണ്ടുപേർക്കും കൂടെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ വായിക്കാവേ, എന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം അത് പതുക്കെ പറയാ, എന്നിട്ട് 2 പ്രാവശ്യം അത് സ്പീഡിൽ പറയാം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആയാലും ഞാൻ വായിക്കുവാണേ. സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞു, മനസ്സിലാവാത്തത് കൂടി മനസ്സിലാകാതെ പോകും, മനസ്സിലായോ? മനസ്സിലായ ആള് മനസ്സിലാവും. ഒന്നും കൂടെ വായിക്കാം. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞു, മനസ്സിലാവാത്തത് കൂടി മനസ്സിലാകാതെ പോകും, മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഓക്കെ, ഇനി വേറെ ഒന്നും തരാം. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. കളരി പഠിച്ചോ? ഓക്കെ, സ്പീഡില്. ഒളരി ഒളരിയിലെ പറഞ്ഞു ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. സ്പീഡില്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു 2 പ്രാവശ്യം. ഒളരിയിലെ ഒളരിയിലെ മുരളി അയ്യോ കരളി പഠിച്ചു. ഓക്കെ, ചേട്ടനും കൂടെ. ഒരളിയിലെ കളരി മുരളി അല്ല, ഒരളിയിലെ മുരളി കരളി പഠിച്ചു. ഒന്നും കൂടെ. ഒരളിയിൽ മുരളി കരളി പഠിച്ചു. അടുത്തൊരെണ്ണം. ആന അലറലോടലറൽ. ആന അലറലോ അലറലോ അലറലോടലറൽ. ആന അലറലോടൽ അലറലോടലറൽ. പറ്റൂല, നീ പറ. പറ്റൂല. ഒന്നുകൂടെ, ലാസ്റ്റ്. ആന അലറലോടലറൽ. ആന അലറോളോട് അലറൽ. കട്ടുണ്ടല്ലോ. ഓക്കെ, ഒരെണ്ണം തട്ടെ. ഓക്കെ, ഒരെണ്ണം തട്ടെ. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 തത്തകൾ 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. സ്പീഡിൽ പറഞ്ഞു. പത്തനാപുരത്തല്ലേ? പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പൊന്നെ, എന്നെ നാണം കെടുത്തല്ലേ. ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പത്തനാപുരത്ത് ഞാനാണോ മലയാളി ഇവളാണോ മലയാളി ചോദിച്ചു പറയട്ടെ. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു.
ചത്തി കുത്തി ഇരുന്നു പത്തനതിട്ട് 10 പച്ചത്തത്ത കുത്തി കുത്തിയിരുന്നു. ചത്ത് കുത്തി ഇരുന്നു. ഇഷ്ടപ്പെട്ട ടങ് ട്വിസ്റ്ററൊക്കെ? ഇഷ്ടപ്പെട്ട പക്ഷെ വരൂലല്ലോ, വരുമ്പോ ഇഷ്ടക്കേട് ആവും കൂടുതൽ. ഇനി ഒരു പാട്ട് പാടിയാലോ? ഓക്കെ അല്ലേ? ആ ഒരു പാട്ട് പാടിയാലോ? പാട്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഞാൻ ചെയ്യാം. ഓക്കെ. പെട്ടെന്ന് പറയൂ. ഏലകം വരൂലല്ലോ. അപ്പൊ ഞാൻ 1 2 3 എണ്ണ. 3 കഴിയുമ്പോൾ പാടൂ. 1 2 3 പാട്ട്. എന്ത് പാട്ട് പാടുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറിയില്ല പിന്നെ ഞാനൊക്കെ പെട്ടെന്ന് പറയുമ്പോ എനിക്കെന്താ അല്ല, അപ്പൊ അതൊക്കെ ആലോചിച്ചു. പാട്ട് മറ്റേ 1ാം ക്ലാസ് പഠിച്ച പാട്ട് പാടാലോ. ഇഷ്ടമുള്ള പാടിക്കും. നിന്റെ പാട്ട് നല്ല പാട്ട് പാടും. കാക്കെ കാക്കെ വേണ്ട, അത് വേണ്ട, നല്ല പാട്ട്. വേറെ നല്ല പാട്ട്. വേറെ സിനിമക്ക് പാട്ട് പാടൂ. സിനിമക്ക് പാട്ട് പെട്ടെന്ന് നല്ലല്ലേ. ഞാൻ അങ്ങനെ പാടാറില്ല. എപ്പോഴും പാടുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുമല്ല. എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് രണ്ടുപേരും പാടാട്ടോ. അമ്മ പാടി കിടക്കണം, അത് പാടി പറ്റുള്ളൂ. പിന്നെയും പിന്നെയും ആരോഗ്യനാല് എന്താ പറയും പടികടന്നിട്ടുന്ന പദനിസ്വരം. 18 അത് പറൂല, അത് ലാസ്റ്റ് പിന്നെയും ആരോഗ്യനാലിന്റെ പടികടന്നിട്ടുന്ന പദനിസ്വരം. മതി. ഒന്നുകൂടെ പാടുന്നോ? ഒരു പാട്ടും കൂടെ. വേറെ പാട്ട് പാടും. ഒരു വേനൽ പുഴയിൽ തെളിനീരെ. പിന്നെ എനിക്ക് അറിയില്ല. അതല്ല, ഞാൻ പാടുന്നുണ്ടല്ലോ, അത് പാട്. പിന്നെന്തോ ഒരു വേനൽ പുഴയിൽ തെളിനീരെ, ഒരു വേനൽ പുഴയിൽ തേനീലേ, പുലരി തിളങ്ങി. അതല്ല, പുലരി തിളങ്ങു മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ. പറ. ഇലകളിൽ ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ, ഇളവിലായി മതി മതി. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇഷ്ടപ്പെട്ടോ സെഷനൊക്കെ? എന്റെ സംസാരം പ്രശ്നം. നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടുപേരും പറഞ്ഞു. ഓക്കെ. എൻ്റെ ഇവിടെ നമ്മൾ കൂടുതൽ ടെൻഷൻ തലവെച്ച് കയറ്റണ്ട. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ശ്രമിക്കണം. എന്നാലും നമുക്ക് നമ്മുടെ ഫാമിലി ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു 5 മിനിറ്റോ മാക്സിമം 1 മണിക്കൂറിനപ്പുറം പിടിച്ച് നിർത്തരുത്. നമ്മൾ പിന്നെയും അവരുടെ മിണ്ടാൻ തുടങ്ങാം. പിന്നെ ഒരു കേസ് നമ്മൾ ഒരാളെ എപ്പോഴും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെയും വേദനിപ്പിക്കും. അത്രേ ഉള്ളൂ. സേവട്ടി അതെ സെയിം ഇല്ല. നമുക്ക് ലൈഫ് ഇന്നുണ്ടോ നാളെ ഉണ്ടോ നമുക്ക് അറിയില്ലേ. അപ്പോൾ ജീവിതം വരെ നമുക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം. എല്ലാവരും കിട്ടി നമുക്ക് നന്നായിട്ട് എന്താ പറയാ പെരുമാറാം. അങ്ങനെ പിന്നെ നമുക്ക് മാക്സിമം ഹാപ്പി ആയി ജീവിക്കാം. നമുക്ക് നമുക്ക് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാം. നമുക്ക് സെൽഫ് ആഗ്രഹങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഫുൾഫിൽ ചെയ്യാം. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. പക്ഷെ മാക്സിമം നമുക്ക് സ്വന്തം ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് രണ്ടാരും. പിന്നെ വേറൊരു കേസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പാർട്ട്ണർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്താണോ അതിൻ്റെ ഒരു 80% അയാൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, സ്വീകരിച്ചോ, നോ പ്രോബ്ലം. അതില്ല, ഇതിപ്പോൾ നമുക്കൊരു 80% ഇവിടെ ഉണ്ട്, എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അത് ഓക്കെ, എനിക്ക് അതുകൊണ്ട് അതും ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ഫാമിലി നമുക്ക് എന്തായിക്കോട്ടെ, ഫ്രണ്ട്സോ ഫാമിലി, നമുക്ക് ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് വേണം. ലൈഫിൽ ജീവിതത്തിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത നമ്മുടെ ഫാമിലിയിൽ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ. ലൈഫിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ മുമ്പോട്ട് നമുക്ക് ലൈഫ് ശരിയാവത്തില്ല കേട്ടോ. നമുക്ക് ഏറ്റവും ലൈഫിൽ മെയിൻ അണ്ടർസ്റ്റാൻഡിങ് വേണം, സപ്പോർട്ടും വേണം കേട്ടോ.
സപ്പോർട്ടും അണ്ടർസ്റ്റാൻഡ്. സപ്പോർട്ടും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. അപ്പോൾ തന്നെ നമുക്ക് ലൈഫ് ഡാർക്ക് ലൈഫും നമുക്ക് ഹാപ്പി ലൈഫ് ഹാപ്പി ഫ്യൂച്ചർ ആക്കാനും പറ്റും. ശരിയാ. ആ, പൊളി, പൊളി, പൊളി. ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇനിയും ഒരുപാട് സന്തോഷം നിറഞ്ഞതാവട്ടെ. ഇനി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.